100-ാം ദിവസം പിന്നിടുകയാണ്. സമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. കഴിഞ്ഞ 10, 35, 40, 50 വർഷത്തോളമായി ഈ പ്രദേശത്ത് ജീവിച്ചിരുന്ന ഇവിടുത്തെ ജനങ്ങൾ അവർ പണം കൊടുത്ത് വാങ്ങിയ ഭൂമി ഒരു ഘട്ടത്തിൽ അവർക്ക് നിങ്ങളുടെ ഭൂമിയിൽ നിങ്ങൾക്ക് അവകാശമില്ല, നിങ്ങളെ കരം സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള സർക്കാരിൽ നിന്ന് വില്ലേജ് റവന്യൂവിൽ നിന്നുള്ള നോട്ടീസ് ലഭ്യമാകുകയുണ്ട്. അപ്പോൾ ഈ വിഷയം കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ അങ്ങനെയാണോ, ഇത് ശരിയായ ലീഗൽ റൈറ്റ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ള സംശയങ്ങൾ നടന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് തൃണമൂൽ കോൺഗ്രസ്, ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിനെ. ആ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കൺവീനർ എന്ന നിലക്ക് തന്നെയാണ് ഈ സമരത്തിൽ ഇന്ന് ഈ 100-ാം ദിനത്തിൽ ഇവിടെ വരുന്നതും ഇവർക്ക് ധാർമ്മികമായ പിന്തുണ നൽകുന്നതും. ഈ ഒരു വിഷയം വസ്തുനിഷ്ഠമായി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1950 ഫറൂഖ് കോളേജിന് ദാനമായി സിദ്ദീഖ് സേട്ട് നൽകിയ ഭൂമിയാണ് ഈ പറയുന്ന. അദ്ദേഹം കൊടുത്ത രേഖാപ്രകാരം 400 ചില്ലാനം ഏക്കറുണ്ട്. ഇതിലാദ്യത്തെ വിഷയം അന്ന് 400 ചില്ലാനം ഏക്കർ ഉണ്ടോ എന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഫറൂഖ് കോളേജിൻ്റെ വിദ്യാഭ്യാസ ആവശ്യത്തിന്, മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഇത് ദാനം ചെയ്യുന്നത്, വഖഫ് ചെയ്യുന്നത് എന്നാൽ പറയുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിന് അതിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഫറൂഖ് കോളേജിൻ്റെ ആവശ്യത്തിൽ അത് ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറൊക്കെ ഇതുപോലെയുള്ള വഖഫുകളും ദാനങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. ചില വഖഫാണെങ്കിലും ദാനമാണെങ്കിലും സ്പെസിഫിക്കായിട്ട് അതിൽ പറയും, ഈ ഭൂമി ഒരു കാരണവശാലും വിൽക്കാൻ പാടില്ല, ഈ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടൂ എന്ന് കൃത്യമായും പറയും. ആ രേഖകളിൽ 950 സിദ്ദീഖ് സേട്ട് കൊടുത്തിട്ടുള്ള രേഖകളിൽ കൃത്യമായി പറയുന്നത് ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോടു കൂടി ഈ കോളേജിൻ്റെ ഉന്നമനത്തിന് അത് ഉപയോഗിക്കാമെന്നാണ്. ആ ക്രയവിക്രയ സ്വാതന്ത്ര്യം അനുവദിച്ച് കൊണ്ടുള്ള ആ ആധാരത്തിൻ്റെ ആ ഗണ്ണിക ഉപയോഗപ്പെടുത്തിയാണ് കോളേജ് പല ഘട്ടങ്ങളിലായി ഈ ഭൂമി വിറ്റിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ പണം കൊടുത്ത് വാങ്ങിയതാണ്. ആ വാങ്ങിയ മനുഷ്യരെ ഒരു കാരണവശാലും ഈ ഭൂമിയിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ല എന്നത് തന്നെയാണ് ഞങ്ങളുടെ ആ വിഷയത്തിലുള്ള ഒന്നാമത്തെ നിലപാട്. രണ്ടാമത്തെ നിലപാട് എന്ന് പറയുന്നത്, ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അത് കോടതിയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടവരുമാണ് അത് തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കപ്പെടുമ്പോഴും ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോടു കൂടി ഫറൂഖ് കോളേജിന് കിട്ടി ഇവിടുത്തെ മനുഷ്യർക്ക് വിറ്റിട്ടുള്ള ഈ ഭൂമി അവർ അനുഭവിക്കാൻ അത് ബാധ്യസ്ഥരാണ്. മറ്റൊരു കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ ഇപ്പം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഉന്നതനായ നേതാവ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ, പാർട്ടിയുടെ ഉന്നതനായ നേതാവ് ഈ പറയുന്ന ശ്രീ കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം മതസംഘടനകളിൽപ്പെട്ട മുഴുവൻ സംഘടനകളും ഈ വിഷയത്തിൽ ഇതേ നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഒരു കാരണവശാലും ഇവിടെ ഉള്ളവരെ നിയമപരമായിട്ട് അന്യായമായി ഇറക്കി വിടാൻ പാടില്ല, അവരുടെ കൂടെയാണ് കേരളത്തിലെ മുസ്ലിം സമുദായമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ശബ്ദമുയർത്തുന്ന മുസ്ലിം ചില സംഘടനകളുണ്ട്. നമുക്ക് അവരോട് ബഹുമാനമുണ്ട്, എല്ലാ ആദരവും നിർത്തിക്കൊണ്ട് അവരോട് പറയാണ്. ആദ്യമായിട്ട് ഇസ്ലാം മതത്തിൻ്റെ കൺസേൺ അവരത് പരിഗണിക്കേണ്ടത്.